മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല എറണാകുളമാണ്. കാരണം എക്കാലവും UDF-നോട് ചേർന്ന് നിൽക്കുന്ന ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF നേട്ടമുണ്ടാക്കി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അതുണ്ടാകുമോ എന്നറിയേണ്ടതുണ്ട്. എന്നിരുന്നാൽ പോലും എന്തൊക്കെ വന്നാലും ഈ തെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് LDF-ന്റെ കണക്കുകൂട്ടൽ. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മേൽക്കൈ ആവർത്തിക്കുമെന്ന് UDF ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നു. അവിടെയും ശ്രദ്ധേയമാകുന്നത് NDA ആണ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ, കുന്നത്തുനാട് മണ്ഡലങ്ങളിൽ NDA വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. KK പ്രശാന്ത് കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. ഈ മധ്യകേരളത്തിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജില്ല എന്ന് പറയുന്നത് എറണാകുളമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ജില്ലയാണ്. മാത്രമല്ല ഇത്തവണ NDA പ്രത്യേകിച്ച് 2020-യുടെ ഭാഗമായിട്ടൊക്കെ വരുമ്പോൾ ഈ തൃപ്പൂണിത്തുറയും കുന്നത്തുനാടും ഒക്കെ വലിയ പ്രതീക്ഷ NDA വെച്ച് പുലർത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകൾ നമുക്കറിയേണ്ടതുണ്ട്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, ഈ 3 ജില്ലകളിലെ നിലവിലത്തെ സാഹചര്യം എന്താണ്? ഈ അവസാന മണിക്കൂറുകളിൽ നേതാക്കളുടെ പ്രതീക്ഷ എത്രത്തോളമുണ്ട്? ലിജിൻ, ഗുഡ് മോർണിംഗ്. ഇനി 24.5 മണിക്കൂർ മാത്രമെന്ന് നമുക്ക് പറയേണ്ടി വരും ആദ്യ ഫലസൂചനകൾ പുറത്തു വരാൻ. അത് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് മധ്യകേരളം തന്നെയാണ്. കഴിഞ്ഞ തവണ സംസ്ഥാനത്താകെ ഇടതു തരംഗം ആഞ്ഞടിച്ചു. ആ സമയത്തും എറണാകുളം ജില്ല വലതുപക്ഷത്തെ UDF-നെ കൈവിട്ടില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എറണാകുളം ജില്ലയുടെ മനസ്സ് എല്ലാ കാലത്തും UDF-നൊപ്പമാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഒരു നേരിയ നേട്ടമുണ്ടാക്കാൻ അവിടെ LDF-ന് ഈ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞിരുന്നു. മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കിയത് എറണാകുളത്ത് മാത്രമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 14-ൽ 9 സീറ്റിൽ UDF ജയിക്കുന്നു, 5ഇടത്ത് LDF ജയിക്കുന്നു. ഇത്തവണ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. അതായത് മധ്യകേരളത്തിൽ ആകെയുള്ളത് കഴിഞ്ഞ തവണ 55 സീറ്റാണ്. അതിൽ 31 LDF, 24 UDF എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ആ 24ലേക്ക് UDF-നെ പിടിച്ചു നിർത്തിയത് എറണാകുളമാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ മാറിമറിയും. ശക്തമായ പോരാട്ടം ഓരോ മണ്ഡലം പ്രതിപക്ഷ നേതാവ് നേരിട്ടിറങ്ങിയ മത്സരമാണ് എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നിലവിൽ അതായത് CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും ഒരു അവസാനവട്ട കണക്കുകൾ നൽകിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തിന്. ആ കണക്ക് പ്രകാരം എറണാകുളം ജില്ലയിൽ ആകെ 2 സീറ്റിലാണ് ജയസാധ്യത പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വൈപ്പിൻ, അതുപോലെ തന്നെ തൃപ്പൂണിത്തറ, ഈ 2 മണ്ഡലങ്ങൾ. അത് വൈപ്പിൻ നേരത്തെ തന്നെ ഇടതുപക്ഷത്തിന്റെ കയ്യിലുള്ളതാണ്. തൃപ്പൂണിത്തറ നേരത്തെ M സ്വരാജ് തിരിച്ചുപിടിച്ചതാണ്. ആ മണ്ഡലം പിന്നീട് കൈവിട്ട് കെ.ബാബു പിടിച്ചെടുക്കുന്നു. പക്ഷെ അവിടെ വൈപ്പിൽ നിന്ന് KN ഉണ്ണികൃഷ്ണൻ തിരിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ പ്രതീക്ഷ വെക്കുന്നു. മാത്രമല്ല BJP അവിടെ BJP അല്ല NDA എന്ന നിലയിൽ തന്നെ 2020 മത്സരിച്ചത്. വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലൊരു വോട്ട് ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അങ്ങനെ ആ ഒരു കണക്കാണ് നൽകിയെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുമ്പോഴും നേരിയ വ്യത്യാസത്തിൽ ഭരണത്തിലേക്ക് എത്താമെന്ന് തന്നെയാണ്, ഭരണം തുടർച്ചയെന്ന് തന്നെയാണ് LDF-ന്റെ CPM-ന്റെ കണക്ക് കൂട്ടൽ. കാരണം ഏറ്റവും ഒടുവിലെ കണക്ക് പ്രകാരം 74 സീറ്റെങ്കിലും ലഭിക്കുമെന്ന കണക്കാണ് സംസ്ഥാന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ജില്ലാ ഘടകങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് തന്നെയാണ്. ആലപ്പുഴയിലേക്ക് വന്നാൽ സമാനമായ രീതിയിൽ തന്നെയാണ് വലിയ പോരാട്ടം. അതായത് ഹരിപ്പാട് രമേശ് ചെന്നിത്തല ജയിച്ചു ഒഴിച്ചാൽ വലിയൊരു നേട്ടമുണ്ടാക്കാൻ, ഒരു തരത്തിലുള്ള നേട്ടം ഉണ്ടാക്കാൻ UDF-ന് കഴിയാതിരുന്ന ജില്ലയാണ്. ആ ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ജില്ലാ നേതൃത്വം നൽകിയിരിക്കുന്ന കണക്കെന്ന് പറയുന്നത് ഉറപ്പിക്കുന്ന മണ്ഡലങ്ങൾ 4 എന്നുള്ളതാണ്. അതായത് ചേർത്തല, ആലപ്പുഴ, ചെങ്ങന്നൂർ, മാവേലിക്കര. സജി ചെറിയാന്റെ മണ്ഡലമാണ്, മന്ത്രിയാണ്. ആ മണ്ഡലം ഉൾപ്പെടെയാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ CPM-ന്റെ ഏരിയ നേതൃത്വങ്ങൾ പ്രതീക്ഷ വെക്കുന്നത് കായംകുളവും അരൂരും ഒക്കെ ഉണ്ട്. പക്ഷേ ആ കണക്ക് ജില്ലാ നേതൃത്വം നിലവിൽ കൊടുത്തിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇടുക്കിയിലും കോട്ടയത്തും സമാനമായ രീതിയിൽ തന്നെയാണ് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ജില്ലയാണ് UDF-നെ സംബന്ധിച്ച കോട്ടയം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. അത് ആവർത്തിക്കാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഇടുക്കിയിലാണെങ്കിൽ സ്വാഭാവികമായും വലിയ തരംഗമുണ്ടായ സമയത്തെല്ലാം തന്നെ LDF-നൊപ്പം നിൽക്കുന്നു. രാഷ്ട്രീയമായി LDF-നൊപ്പം നിൽക്കുന്ന ഒരു ജില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പാലക്കാടിലേക്ക് വന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം മധ്യകേരളത്തിൽ നടന്നതാണ് പാലക്കാട്. നമുക്കറിയാം വോട്ട് വിവാദം അടക്കം വലിയ തരത്തിലുള്ള മറ്റ് വിവാദങ്ങളൊക്കെ തന്നെ ആ മണ്ഡലത്തിൽ അലയടിച്ചു. പാലക്കാട് ഏറ്റവും ശ്രദ്ധേയമാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ എന്നുള്ളതാണ്. BJP നേതൃത്വം, BJP പ്രവർത്തകർ വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ പക്ഷേ ഏത് തരത്തിലും കാര്യങ്ങൾ മാറി മറിയാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. LDF വോട്ടുകൾ, അതായത് LDF പിടിക്കുന്ന വോട്ടുകൾ അവിടെ നിർണായകമാകുമെന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു. MP രാജേഷിന്റെ മണ്ഡലം, ആ മണ്ഡലം അത്ര സുരക്ഷിതമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം ചില അട്ടിമറികൾക്കുള്ള സാധ്യത പാലക്കാട്, അതുപോലെ തന്നെ കോട്ടയം, ആലപ്പുഴ ജില്ലകളിലാകെ തന്നെയുണ്ട്. ആരൊക്കെ വീഴുമെന്നാണ് അറിയാനുള്ളത്. ആലപ്പുഴയിൽ നമ്മൾ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്പലപ്പുഴയാണ്. G. സുധാകരന്റെ രാഷ്ട്രീയ ഭാവി നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള അടവുകളും മുന്നണികൾ പയറ്റിയ മധ്യകേരളത്തിൽ എന്താകും ജനങ്ങൾ കാത്തുവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇനി നമുക്കറിയാനുള്ളത്. ഏതായാലും കഴിഞ്ഞ തവണ നേരിയ ഭൂരിപക്ഷം വലിയ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് LDF-ന് എത്താൻ കഴിഞ്ഞ മധ്യകേരളത്തിൽ തിരിച്ചുവരവിന് UDF സന്നദ്ധ
ഭാഗമായിട്ടുണ്ട്. വലിയൊരു തരത്തിലുള്ള പോരാട്ടം അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പറവൂരിൽ നമുക്കറിയാം, ടൈസൺ മാസ്റ്ററെ കൊണ്ടുവന്ന വലിയ വെല്ലുവിളിയാണ് പറവൂരിൽ വി ഡി സതീശന് മുന്നിലേക്ക് LDF വെച്ചത്. ഇതുവരെ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള സംഘടനാ സംവിധാനം പറവൂരിൽ ചലിക്കുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതൊന്നും വി ഡി സതീശൻ എന്ന നേതാവിന്, പ്രതിപക്ഷ നേതാവിനൊക്കെ തന്നെ വലിയ തിരിച്ചടിയായിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ഇന്നും എറണാകുളം ജില്ലയിലെ വിവിധ മേഖലകളിലൊക്കെ തന്നെ വി ഡി സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഫ്ലെക്സുകൾ വന്ന ഒരു ദിവസം കൂടിയാണ്. സ്വാഭാവികമായും വി ഡി സതീശനെ ഇപ്പോൾ തന്നെ പ്രവർത്തകർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി, നിയുക്ത മുഖ്യമന്ത്രിയായി തന്നെ അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിലെ തർക്കങ്ങൾ ആ വഴിക്ക് ഒരു വഴിക്ക് പോകുന്നുണ്ട്. ഏതായാലും വലിയ പ്രതീക്ഷ, അതായത് ഇന്നലെ CPM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞത് നേരിയ വ്യത്യാസത്തിനെങ്കിലും ഭരണ തുടർച്ച ഉണ്ടാകും എന്നുള്ളതാണ്. ആ കണക്കിനൊരു കാരണമുണ്ട്. കാരണം ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോളുകൾ പറഞ്ഞതിനേക്കാൾ 19 സീറ്റിലധികം എത്താൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തലാണ് ഇടതുപക്ഷത്തിനുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ എവിടെയൊക്കെ തിരിച്ചടി ഉണ്ടായാലും 74, അതായത് 70 കഴിഞ്ഞ് 4 എന്ന ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് തന്നെയാണ് CPM വിലയിരുത്തുന്നത്. ഓരോ ജില്ലാ കമ്മിറ്റി നൽകിയിരിക്കുന്ന കണക്കും അത്തരത്തിൽ തന്നെയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പരിശോധിച്ച് ഏരിയ കമ്മിറ്റികൾ നേരിട്ട് കൊടുത്ത കണക്കല്ല, ജില്ലാ കമ്മിറ്റി അത് വിലയിരുത്തി അത് ക്രോഡീകരിച്ചാണ് കണക്ക് കൊടുത്തുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലിലേക്ക് തന്നെയാണ് LDF എത്തുകയും ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പ്രശാന്ത്, എന്തായാലും മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്.